അതേസമയം തന്നെ തുലാമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. ശബരിമല സന്നിധാനത്തെ ദ്വാരപാലക ശില്പങ്ങളിലെ വിവാദ സ്വർണ്ണപ്പാളികൾ ഇന്ന് തിരികെ ഘടിപ്പിക്കും. വി അരുൺ നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായുണ്ട്. അരുൺ, ഈ കോടതിയുടെ നിർദ്ദേശപ്രകാരമാണല്ലേ ഈ വിവാദ സ്വർണ്ണപ്പാളികൾ തിരികെ ഘടിപ്പിക്കുന്നത്? പക്ഷെ അതേസമയം തന്നെ നോക്കൂ, ഭക്തരെ സംബന്ധിച്ച് ഈ വിവാദങ്ങൾ നിലനിൽക്കെ അവർക്ക് കാര്യങ്ങളെല്ലാം അറിയാമെന്നിരിക്കെ ഈ സ്വർണ്ണപ്പാളികൾ തിരികെ ഘടിപ്പിച്ച് കാണുമ്പോൾ വിശ്വാസപരമായ ഒരു വേദന ഉണ്ടാകുക സ്വാഭാവികമല്ലേ? ആര്യ, കോടതിയുടെ അനുമതി തേടിയാണ് ഈ സ്വർണ്ണപ്പാളികൾ ഇന്ന് അവിടെ സ്ഥാപിക്കുന്നത്. നേരത്തെ അവിടെ നിന്ന് കൊണ്ടുപോയ പാളികൾ തിരികെ വയ്ക്കുകയാണ്. അത് നേരത്തെ തന്നെ കോടതിയുടെ അനുമതി തേടിയിരുന്നു. കോടതിയുടെ അനുമതി ഇല്ലാതെ അവിടെ കൊണ്ടുപോയതാണ് ഈ വിവാദങ്ങളുടെ തുടക്കമായത്. കോടതിയെ അറിയിക്കാതെ ഈ സ്വർണ്ണപ്പാളികൾ അവിടെ നിന്ന് കൊണ്ടുപോവുകയായിരുന്നു. അത് ശബരിമലയുടെ ചുമതലയുള്ള ജില്ലാ ജഡ്ജി റിപ്പോർട്ട് ചെയ്യുകയും ഹൈക്കോടതി അറിയിക്കുകയും അവിടെ നിന്നാണ് ഈ സ്വർണം കൊണ്ടുപോയ കാര്യങ്ങളിലൊക്കെ വലിയ അന്വേഷണത്തിലേക്ക് പോവുകയും ചെയ്ത് ഇപ്പോൾ ഈ തട്ടിപ്പ് സ്വർണ്ണ കൊള്ളയടക്കം പുറത്തു വരാനുള്ള സാഹചര്യം ഉണ്ടാക്കിയതും. ഏതായാലും ഇന്ന് ആ സ്വർണ്ണപ്പാളികൾ തിരികെ വയ്ക്കുകയാണ്. ആ സ്വർണ്ണപ്പാളികൾ തിരികെ വൈകിട്ട് 6 മണിയോട് കൂടി ശബരിമലയിൽ നട തുറന്ന സാധാരണഗതിയിൽ ഈ മാസപൂജകൾക്ക് നട തുറക്കുന്നത് വൈകിട്ട് 5 മണിക്കാണ്. ഇന്ന് 4 മണിക്ക് നട തുറക്കും. തുലാമാസ പൂജകൾക്കായി 4 മണിക്ക് നട തുറക്കും. 6 മണിയോട് കൂടി പാളികൾ തിരികെ വയ്ക്കുകയും ചെയ്യും. 2019 സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതിലാണ് ഇപ്പോൾ കുറവുണ്ടായിട്ടുള്ള എന്ന വിവരം പുറത്തു വരുന്നത്. ഏതായാലും ആ വിവാദങ്ങൾ നിലനിൽക്കെ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഈ വിഷയത്തിൽ ഇന്ന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റിലേക്ക് അടക്കം കാര്യങ്ങൾ പോയിട്ടുള്ളത്. സെപ്റ്റംബർ 21 ഈ സ്വർണ്ണപ്പാളികൾ തിരികെ എത്തിച്ചത്. കഴിഞ്ഞ മാസം 7 സെപ്റ്റംബർ 7 സ്വർണ്ണം പൂശാനായി കൊണ്ടുപോയ പാളികൾ 21 തിരികെ എത്തിക്കുകയായിരുന്നു. ഹൈക്കോടതി അനുമതി ഇല്ലാതെ അവിടെ സ്ഥാപിക്കാൻ ഇത് തിരികെ വെക്കാൻ കഴിയില്ല. ഹൈക്കോടതി അനുമതി തേടി തന്ത്രിയുടെ കൂടി അനുവാദത്തോടു കൂടിയാണ് ഇന്ന് ഈ സ്വർണ്ണപ്പാളികൾ സ്ഥാപിക്കുന്നത്. വൈകിട്ട് 4 മണിക്ക് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി ഇന്ന് ക്ഷേത്ര നട തുറക്കും. നാളെയാണ് മേൽശാന്തി നറുക്കെടുപ്പ് നടക്കുക. ശബരിമലയിലെയും അതുപോലെ തന്നെ മാളികപ്പുറത്തെയും മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് നാളെ ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി നടക്കും. ചിത്തിര ആട്ടവിശേഷം അടക്കമുള്ള പ്രധാനപ്പെട്ട പൂജകൾ നടക്കുന്ന മാസം കൂടിയാണിത്. 22 രാജ്യത്തിന്റെ രാഷ്ട്രപതി ശബരിമല സന്ദർശിക്കുന്നുണ്ട്. ആദ്യമായാണ് നേരത്തെ വീതിഗിരി സന്ദർശനം പറയുന്നെങ്കിലും അദ്ദേഹം അന്ന് ഉപരാഷ്ട്രപതി ആയിരിക്കാൻ സന്ദർശിച്ച വിവരങ്ങളും കൂടി പുറത്തു വരുന്നത്. ഏതായാലും രാഷ്ട്രപതി ദ്രൗപദി മുർമു 22 ശബരിമല സന്ദർശിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി വലിയ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും നടയടക്കുന്ന തുലാമാസ പൂജകൾക്ക് ശേഷം നടയടക്കുന്ന ദിവസമാണ് രാഷ്ട്രപതിയുടെ സന്ദർശനം. അതിനുവേണ്ടിയുള്ള വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കുന്നത്. ശബരിമലയിൽ നിന്ന് പ്രത്യേക ഗൂർഖ വാഹനത്തിലാണ് രാഷ്ട്രപതിയെ സന്നിധാനത്തേക്ക് എത്തിക്കുക. 6ഓളം വാഹനങ്ങൾ അതിനുവേണ്ടി അകമ്പടിയുണ്ട്. അതിന്റെ ട്രയൽ റണ്ണൊക്കെ ഈ ദിവസങ്ങളിൽ ശബരിമലയിൽ നടക്കുകയാണ്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ചടങ്ങ് ഇന്ന് ശബരിമല നട തുറക്കുമ്പോൾ നടക്കാൻ പോകുന്നത് ഈ വിവാദമായ സ്വർണ്ണപ്പാളികൾ തിരികെ വയ്ക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലാവുന്ന ദിവസം തന്നെ അത് തിരികെ വയ്ക്കുന്നത് കൂടി ഒരു യാദൃശ്ചികതയായി കാണാം. തീർച്ചയായും വി അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും തുലാമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് വൈകുന്നേരം തുറക്കുകയാണ്. ശബരിമല സന്നിധാനത്തെ ദ്വാരപാലക ശില്പങ്ങളിലെ ഈ വിവാദ സ്വർണ്ണപ്പാളികൾ ഇന്ന് തിരികെ ഘടിപ്പിക്കും എന്നതാണ് ഏറെ ശ്രദ്ധേയം.